ശിമിയോൻ, ഞാൻ ഇന്ന് വളരെ സന്തോഷവാനാണ്. ഈ ലോകത്തിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും ഭാരമുള്ള ഞാനുണ്ടാക്കിയ കുരിശ്, എൻ്റെ പുത്രനില്ലായ്മ ചെയ്ത ആ നരാധമൻ ബറാബാസ് ഇതും ചുമന്ന് വേച്ച് വേച്ച് തളർന്ന് വീഴുന്നത് ഞാൻ കാണും. അത് കണ്ട് ഞാൻ ചിരിക്കും. ഇത് മക്കേബയൂസിന്റെ പ്രതികാരമാണ്. എന്താ ശിമിയോൻ, താങ്കളുടെ മുഖം വല്ലാതിരിക്കുന്നു? എന്തുപറ്റി? നാം ഭയപ്പെട്ടതുപോലെ തന്നെ സംഭവിച്ചു. യേശുവിനെ അവർ പിടിച്ചുകൊണ്ടുപോയി. ഇപ്പോൾ പിലാത്തോസിന്റെ അരമനയിൽ വിചാരണ നടക്കുകയാണ്. അതിനെന്ത് തെറ്റാ അവിടെ ചെയ്തത്? പാവങ്ങളുടെ പക്ഷം ചേർന്ന് സമൂഹത്തിന്റെ അനീതികൾക്കെതിരെ സംസാരിച്ചത്, രോഗികളെ സുഖപ്പെടുത്തിയത്, അഗതികളോട് കരുണ കാട്ടിയത്, ഹോസാന പാടി ജനങ്ങളെതിരേറ്റതിന് എല്ലാത്തിനും പുറമെ രാജ്യദ്രോഹ കുറ്റവും. രാജ്യദ്രോഹ കുറ്റമോ? കള്ളം, പച്ചക്കള്ളം. മക്കബിയൂസ്, നിങ്ങൾ എന്തറിയുന്നു? പണം കൊടുത്തെത്തിച്ച കള്ളസാക്ഷികളായിരുന്നു രാജസന്നിധി മുഴുവനും. എന്തായി യേശുവിൻ്റെ കാര്യം? യേശു ഗലീലിയക്കാരനായതുകൊണ്ട് ശിക്ഷാവിധിക്കായി ഹെരോദോസ് രാജാവിൻ്റെ പക്കലേക്ക് അയക്കുകയും ഹെരോദോസ് അദ്ദേഹത്തിൽ ഒരു കുറ്റവും കണ്ടെത്തുവാൻ സാധിക്കാത്തത് മൂലം വീണ്ടും പീലാത്തോസിൻ്റെ അരമനയിലേക്ക് തിരിച്ചയച്ചിരിക്കുകയാണ്. വിധി പറയുന്നതിന് മുൻപ് കുരിശുകൾ രാജസന്നിധിയിൽ എത്തിക്കണം. അപ്പോ തിരുമനസ് യേശുവിനെ വെറുതെ വിടുവായിരിക്കുമല്ലേ? ജനത്തിൻ്റെയും ജനപ്രമാണിമാരുടെയും തീരുമാനത്തിന് തിരുമനസ് വഴങ്ങേണ്ടി വന്നാൽ വിധി മറ്റൊന്നാകും. പുരോഹിത പ്രമുഖരുടെയും ജനപ്രമാണികളുടെയും നീക്കത്തിനൊപ്പം ചലിക്കുന്ന ജനക്കൂട്ടം യേശുവിൻ്റെ രക്തമായിരിക്കും അവർ ആവശ്യപ്പെടാൻ പോകുന്നത്. അതുമാത്രമായിരിക്കില്ല, പിന്നെ ബറാബാസിന്റെ മോചനം. അപ്പോൾ അവന് വേണ്ടി ഞാൻ പണിത ഈ ഭാരമേറിയ കുരിശ്, ഒരുപക്ഷെ നീ ഉണ്ടാക്കിയ ഈ കുരിശ് ബറാബാസിന് പകരം ചുമക്കേണ്ടി വരുന്നത് നസ്രായനായ യേശുവായിരിക്കും. കളങ്കമില്ലാത്ത കുഞ്ഞാടിന്റെ രക്തത്തിനായി ഹിംസ്ര ജന്തുക്കൾ മുറവിളി കൂട്ടി. ന്യായം വിധിക്കേണ്ടവൻ അന്യായ വിധി നടപ്പിലാക്കുന്നു. തിന്മയെ നന്മയായി സ്വീകരിക്കുന്നവർ നന്മയെ കൊല്ലാൻ എറിഞ്ഞുവിട്ടു. സർവവും കാൽ കീഴിലുള്ളവൻ സർവത്രവും വേണ്ടെന്ന് വെച്ച് പീഡനമേറ്റത് നമുക്ക് വേണ്ടിയായിരുന്നു, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയായിരുന്നു. എന്ത് കുറ്റങ്ങളാണ് ഈ മനുഷ്യനിൽ നിങ്ങൾ ആരോപിക്കുന്നത്? ഇവൻ ഞങ്ങളുടെ പൂർവികരുടെ നിയമങ്ങൾക്ക് വിരുദ്ധമായി കുറ്റങ്ങൾ ചെയ്തിരിക്കുന്നു. അതിന് എന്നെ ബുദ്ധിമുട്ടിക്കാൻ എത്തിയിരിക്കുകയാണോ? ഇവനെ കൊണ്ടുപോയി നിങ്ങളുടെ നിയമങ്ങൾ അനുസരിച്ച് വിധിക്കുക. ഒരുവനെ മരണശിക്ഷയ്ക്ക് വിധിക്കാൻ ഞങ്ങളുടെ നിയമം അനുവദിക്കുന്നില്ല. മരണശിക്ഷയോ? അതിനു മാത്രം എന്ത് തെറ്റാണ് ഈ മനുഷ്യൻ ചെയ്തിരിക്കുന്നത്? ജനങ്ങളെ വഴിതെറ്റിക്കുന്നു, അസംബന്ധങ്ങൾ പഠിപ്പിക്കുന്നു, പ്രമാണങ്ങളെ ദൂഷ്യം പറയുന്നു. സീസറിന് കപ്പം കൊടുക്കുന്നതിൽ നിന്ന് പോലും ജനങ്ങളെ ഇവൻ പിന്തിരിപ്പിക്കുന്നു.
വലിയൊരു കൂട്ടം ആൾക്കാരുടെ നേതാവാണ് ഇയാൾ. അവർ ഇയാളെ ദൈവപുത്രൻ എന്ന് വാഴ്ത്തുന്നു, രക്ഷകനെന്ന് സ്വയം പ്രഖ്യാപിക്കുന്നു, യഹൂദരുടെ രാജാവെന്ന് പറയുന്നു. നീ യഹൂദരുടെ രാജാവാണോ? നീ തന്നെ അത് പറയുന്നുവല്ലോ. ആയിരുന്നെങ്കിൽ എൻ്റെ അനുയായികൾ എന്നെ വിട്ടുതരുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എൻ്റെ രാജ്യം ഐഹികമല്ല, ഞാൻ അധികാരം അന്വേഷിക്കുന്നുമില്ല. പക്ഷേ നീ രാജാവാണെന്നുള്ളത് നിഷേധിക്കുന്നില്ല. എൻ്റെ ജനനം സത്യത്തിന് സാക്ഷ്യം നൽകാൻ വേണ്ടിയാണ്. സത്യത്തിൻ്റെ പക്ഷത്തായിരിക്കുന്നവൻ എന്നെ ശ്രവിക്കുന്നു. എന്താണ് സത്യം? നീ തത്വജ്ഞാനിയാണോ? മരണത്തെ നേരിടുമ്പോൾ അതുകൊണ്ട് പ്രയോജനമില്ല. നിങ്ങളുടെ മുമ്പിൽ വെച്ച് തന്നെ ഞാൻ ഇവനെ വിസ്തരിച്ചു. നിങ്ങൾ ആരോപിക്കുന്ന കുറ്റങ്ങളൊന്നും ഇവനിൽ ഞാൻ കണ്ടില്ല. ഞാൻ കണ്ടതിൽ കൂടുതലൊന്നും ഹെരോദോസും കണ്ടില്ല. മരണശിക്ഷ അർഹിക്കുന്ന ഒരു കുറ്റവും ഇവൻ ചെയ്തിട്ടില്ല. അതിനാൽ ഞാനിവനെ ചമ്മട്ടി കൊണ്ട് അടുപ്പിച്ച് വിട്ടയക്കാൻ കൽപ്പിക്കും. നിങ്ങൾക്കറിയാമല്ലോ, എല്ലാ വർഷവും പെസഹാ ദിനത്തിൽ ഞാനൊരു കുറ്റവാളിയെ മോചിപ്പിക്കാറുണ്ട്. ഒരു കൊടും കുറ്റവാളി തടവിലുണ്ട്, ബറാബാസ്. നിങ്ങൾ പറയൂ, ഇവരിൽ ആരെയാണ് ഞാൻ മോചിപ്പിക്കേണ്ടത്? കൊലയാളി ബറാബാസിനെയോ അതോ രക്ഷകനെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന യേശുവിനെയോ? ഇവൻ രക്ഷകനല്ല, ആൾമാറാട്ടക്കാരനാണ്, ദൈവദൂഷണം പറയുന്നവനാണ്. ബറാബാസിനെ മോചിപ്പിക്കുക. ഞാൻ വീണ്ടും ചോദിക്കുന്നു, ഞാൻ ആരെയാണ് മോചിപ്പിക്കേണ്ടത്? ഇവനിൽ ഒരു കുറ്റവും കാണാൻ കഴിയുന്നില്ല. എങ്കിലും ഇവനെ ചമ്മട്ടി കൊണ്ട് അടിക്കുവാൻ കൽപ്പിക്കുന്നു. എത്ര അടികൾ? 40 ചമ്മട്ടിയടികൾ. എഴുന്നേൽക്ക്, വേഗമാകട്ടെ. എന്താ, നിനക്ക് ബലമില്ലേ? ലജ്ജയില്ലാത്ത ജഡിക മനുഷ്യ, വേഗം വസ്ത്രം ധരിക്കൂ.
ഇവനെ ഇനി എന്ത് ചെയ്യണം? യഹൂദർക്കൊരു രാജാവ് വേണം. നമുക്കിവനെ രാജാവാക്കാം. യഹൂദരുടെ രാജാവേ, വാഴ്ക വാഴ്ക വാഴ്ക. നിർത്തൂ. ഇയാളെ ശിക്ഷിക്കാൻ മാത്രമേ പറഞ്ഞുള്ളൂ, ചാട്ടവാറിനടിച്ച് കൊല്ലാൻ പറഞ്ഞില്ല. യേശുവിനെ എന്ത് ചെയ്യണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ഇവൻ ധിക്കാരിയാണ്, ദൈവദൂഷകൻ. അവൻ മരിക്കണം. നിങ്ങളുടെ രാജാവിനെ ഞാൻ ക്രൂശിക്കണോ? സീസറല്ലാതെ ഞങ്ങൾക്ക് മറ്റൊരു രാജാവില്ല. സ്വയം രാജാവായി പ്രഖ്യാപിക്കുന്നവൻ സീസറിന്റെ ശത്രുവാണ്. നീ സീസറിന്റെ സ്നേഹിതനല്ലേ? നീ നസറായനെ സ്വതന്ത്രനാക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം ഞങ്ങൾ സീസറിനെ അറിയിക്കും. അപ്പോൾ അവനെ കൊല്ലണമെന്നാണ് നിങ്ങൾ ആവശ്യപ്പെടുന്നത്. അങ്ങനെയാകട്ടെ. നീതിമാനായ ഈ മനുഷ്യന്റെ രക്തം എന്റെ കൈകളിൽ കറയാകുവാൻ പാടില്ല. ഹിംസ്ര ജന്തുക്കൾ വലിച്ചുകീറിയ ആട്ടിൻകുട്ടിയെ ബലി കഴിപ്പിക്കാൻ കിരാതന്മാരായ പടയാളികൾ പടയൊരുക്കം തുടങ്ങി. അവിടുത്തെ ശരീരവും മനസ്സും ഒരുപോലെ തളർന്നിരിക്കുന്നു. കൂടെ നടന്നവരും കൂട്ടുനിന്നവരും അവിടുത്തെ തനിച്ചാക്കി ഓടിപ്പോയിരിക്കുന്നു. അന്ധകാര ലോകത്തിന്റെ അടിത്തറ ഇളക്കി വിജയക്കൊടി പാറിക്കാനുള്ള മനുഷ്യപുത്രന്റെ വീരഗാഥയുടെ അന്ത്യനിമിഷങ്ങൾ ഇവിടെ ആരംഭിക്കുന്നു.